യെസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ലൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കണത്. ഒരു പ്രാവശ്യം ചിക്കൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും തയ്യാറാക്കും കേട്ടോ. അത്രയും ടേസ്റ്റും പിന്നെ അതുപോലെ തന്നെ നല്ല മണമുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി മസാല റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കുടം വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 10-15ഓളം ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറുള്ളി തന്നെ വേണം എടുക്കാനായിട്ട്. ഇതിന് പകരമായിട്ട് സവാള ഒന്നും ചേർത്ത് കൊടുക്കുകയൊന്നും ചെയ്യരുത്. ചെറുള്ളിയിലൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ വേണ്ടത് വലിയൊരു കഷ്ണം ഇഞ്ചിയാണ്. ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടുള്ള മല്ലി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടെങ്കിൽ മല്ലി തന്നെ ഇട്ട് കൊടുക്കട്ടെ. ഇല്ലെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 ഗ്രാമ്പു ചേർക്കുന്നുണ്ട്. പിന്നെ 2-3 പട്ടയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് ഒരു 5-6 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് സാധാ മുളകുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി. ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നല്ല എരിവിൽ നല്ല സ്പൈസി ആയിട്ടാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സാധാ വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്താലും മതി. ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ നൈസായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തരിതരിയായിട്ട് വേണം കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മസാല മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. അതിനുശേഷം പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെന്തിനാണ് ചേർക്കണമെന്ന് വെച്ചാൽ ചിക്കൻ്റെ പുറം ഭാഗമൊക്കെ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് കിട്ടും ചെയ്യും കേട്ടോ അത് ചേർത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ അത് ഒരു കോഴിമുട്ട കൂടെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം കേട്ടോ. ഈ ഒരു ചിക്കനിൽ മസാല ഒക്കെ നല്ലോണം ഒന്ന് പിടിക്കണ വിധത്തിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതേ മസാല ഒക്കെ പുരട്ടിയിട്ട് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിത് 1 മണിക്കൂറിന് ശേഷമാണ് എടുക്കുന്നത്. 1 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. എന്നാലാണ് ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല ഒക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിട്ട് കൊടുത്ത ഉടനെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ ആ ഒരു മസാല ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ ഇളകി പോകും കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഒന്ന് വെന്ത് വന്നതിന് ശേഷം വേണം കേട്ടോ മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളിതിൻ്റെ ഫാൻ ആവട്ടെ. അത്രയും നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ചിക്കൻ ഫ്രൈ നല്ല മണമാണ് കേട്ടോ. അത് ഉണ്ടാക്കുമ്പോൾ തന്നെ വീട് മൊത്തത്തിൽ നല്ലൊരു മണമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അതേ ഫസ്റ്റത്തെ ട്രിപ്പ് ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.